ഇവിടെ ഒരു അച്ഛനും പിള്ളേരും നടന്നു വരുന്ന സമയത്ത് ആ നാട്ടിലെ പ്രസിഡന്റ് ആണെങ്കിൽ ജീവന് വേണ്ടി പേടുന്ന കാണുമ്പോൾ ആ ഒരു അച്ഛൻ ആ കുട്ടികളെ അവിടെ നിർത്തി നാട്ടുകാരെ വിളിക്കാൻ പോകും. എന്നാലേ ആ ഒരു മൂത്ത കുട്ടിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു ഒരു ആണിപ്പലകയും അതേപോലെ കല്ലും എടുത്ത് ആ പ്രസിഡന്റിനെ അങ്ങ് കൊന്നുകളയാണ്. ഇവന്റെ അച്ഛന് ഇവന് ചെറിയൊരു ഡൗട്ടും തോന്നുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇവൻ നിർത്തില്ല. ഒരാളാണെങ്കിൽ ഫ്യൂസ് ശരിയാക്കാൻ വേണ്ടി പോസ്റ്റിന്റെ മുകളിൽ കയറിയ സമയത്ത് ഇവനാണെങ്കിൽ ഊരിട്ട് ഫ്യൂസ് വീണ്ടും കുത്താണ്. അയാൾ അവിടെ ഷോക്ക് അടിച്ച് മരിച്ചിട്ടുണ്ടാവും. ഈ പയ്യന്റെ മെയിൻ പരിപാടി ഇങ്ങനെ മരിച്ച വീട്ടിൽ പോയി അവര് കരയുന്ന സമയത്ത് ഇവൻ ഉള്ളിലും അതേപോലെ പുറത്തും ചിരിക്കുന്നുണ്ടാവും. എന്നാലേ അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സംഭവത്തിൽ ഇവർ ജീവിക്കുന്ന ഒരു ശ്മശാനത്തിന്റെ നടുക്കായിരിക്കും. ഇവന്റെ അച്ഛനാണെങ്കിൽ കുഴിമാടം കുത്തുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞിപ്പയ്യൻ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. ആകെ കേട്ടിട്ടുണ്ടായ കരച്ചൽ സൗണ്ട് മാത്രമായിരുന്നു. അങ്ങനെ ഒരാളെ കൊല്ലാൻ പോകുന്ന സമയത്ത് അതാ നാട്ടിലെ മറ്റൊരു പയ്യൻ കാണും. നേരെ പോയി നാട്ടുകാരോട് പറയുന്ന സമയത്ത് രാത്രിക്ക് രാത്രി എല്ലാത്തിനെയും കൊല്ലണം എന്നും പറഞ്ഞിട്ട് നാട്ടുകാരെ ഇറങ്ങി ആ ഒരു വീട് കത്തിക്കാണ്. എന്നാലേ അതിന്റെ അകത്തുണ്ടായിരുന്ന അവന്റെ അച്ഛനും അമ്മയും മാത്രം മരണപ്പെടാൻ ഈ ഒരു ചേട്ടനും അനിയനും പുറത്തു വന്ന് ഒരുപാട് ആൾക്കാരെ കൊന്ന് എന്നിട്ട് അതിൽ ആനന്ദം കണ്ടുപിടിക്കും. ഈ ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ട്.